അല്ല, അതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒക്കെ കണ്ട ഒരു പ്രതിഭാസമാണ്. ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ്. ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത്. അപ്പോൾ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല. അത് കാരണമാണ് ഈ പെർസെൻറ്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലപ്പുറത്ത് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല. പൊന്നാനിയിൽ 2.5 ലക്ഷത്തിൻ്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട്. വടകരയിൽ UDF തോറ്റു എന്നാ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ. അതേപോലെ വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനല്ല, ആരെ നോക്കിയിട്ട് കാര്യമില്ല. ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഓടി അത്തൂല എന്നുള്ള ഒരു ധാരണ LDFനും BJPക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കുറവാണ്. ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് അരക്കായി നോക്കണ്ട എന്ന് പറഞ്ഞ അവർ വിട്ടുകളഞ്ഞതാണ്. അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കൽ അവരുടെ ഒരു രീതിയാണെന്നാ തോന്നുന്നത്. ഇതിപ്പോ ആദ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ബോംബ് ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട്. 1-2 EP തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വടകര അന്ന് VS പോയ ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ്, ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല. അവർക്ക് മാത്രമാണ് ഈ സൂക്കേടുള്ളത്. ഇലക്ഷൻ ഡേയില് ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം. വേങ്ങര ഇലക്ഷനിൽ മാത്രമാണ് അവർ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഏശിയില്ല. കയ്യിന്ന് പൊട്ടിയ പോലെ അവരെന്നെ തകർന്നുപോയി. അപ്പൊ അതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ച് വേറെ ആരും ഗൂഢാലോചന നടത്താനുണ്ട്. അതാ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുന്ന മാതിരിയൊക്കെ പറയണ്ടേ. അല്ല, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഇനിയിപ്പോ വരാൻ പോണ കാര്യങ്ങളെ നമ്മളിപ്പോ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് ആളുകൾ അമർഷം കടിച്ചമർത്തി ഇടതുപക്ഷത്തുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് തെരഞ്ഞെടുപ്പ് നാളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബോംബുകൾ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടുവോ? ഓക്കെ, അല്ല, ആര് പോയാലും സ്വീകരിക്കുന്ന പതിവ് അപ്പുറത്താണ്. അതിന്റെ ഉദാഹരണമല്ലോ പാലക്കാട് സരീം. അതിനെ കുറിച്ചാണ് ഇപ്പൊ EP പറഞ്ഞു എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആര് വന്നാലും എടുക്കുന്ന ഒരു രീതിയില്ല. എടുക്കാവുന്ന ആളുകൾ എടുക്കും, അത്രേ ഉള്ളൂ.